Exchange, world's trusted money transferer. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4. ഫോൺ 04952771447. മൊബൈൽ 9895641290. ഇമെയിൽ manavam@gmail.com. MP അബ്ദുസമദ് സമദാനിയുടെ എല്ലാ പ്രഭാഷണങ്ങളുടെയും MP3, VCD, DVD എന്നീ ദൃശ്യ ശ്രാവ്യ സംവിധാനങ്ങളുടെ റെക്കോർഡിംഗ്, നിർമ്മാണം, വിതരണം തുടങ്ങിയവയ്ക്കുള്ള സമസ്ത അവകാശങ്ങളും മാനവം ഓഡിയോ വിഷ്വൽസിൽ നിക്ഷിപ്തമാണ്. അനധികൃതമായി അവ പകർത്തുന്നതും വിൽപ്പന നടത്തുന്നതും ശിക്ഷാർഹമാണ്. ദേശത്തും വിദേശത്തുമുള്ളവർ ഇതൊരു അറിയിപ്പായി പരിഗണിക്കേണ്ടതാകുന്നു. മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ്. ലോകാവസാനവും പരലോകവും, മതത്തിലും ശാസ്ത്രത്തിലും. മഹ്ശർ എവിടെയാണ്? ആകാശത്തായിരിക്കോ? ഭൂമിയിലായിരിക്കോ? ഭൂമിയിൽ തന്നെയായിരിക്കുമെന്ന് ധാരാളം വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അറഫ മൈതാനി മഹ്ശറയാക്കി പരിവർത്തിപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിച്ചിരിക്കുന്നു. ഹജ്ജല്ലാത്ത വേളയിൽ അറഫയുടെ അടുത്തൂടെ സഞ്ചരിച്ചു നോക്കിയിട്ടുണ്ടോ? കുട്ടികൾ കളിക്കുന്നത് കാണാം. വിശാലമായ അറഫ മൈതാനി, ആദമും ഹവ്വയും ആദ്യം കണ്ടുമുട്ടിയ മൈതാനി അറഫ എന്ന പേര് പോലും അതിലൂടെ വന്നു. എത്ര മനുഷ്യരുടെ കണ്ണീരാണ് അറഫയിൽ ഒഴുകിയത്! അത്ര കണ്ണീരൊഴുകിയ ഒരു ദിക്കില്ല, ഒരു മണ്ണില്ല, ഒരിടമില്ല, ഒരു പ്രദേശമില്ല. അവിടെ ഇനി നാളെ മനുഷ്യന്റെ വിയർപ്പും ഒഴുകോ? അല്ലാഹു ആലം. ഏതായിരുന്നാലും 7 ആകാശമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ഖിയാമത്തിന്റെ സമയമേ അറിയിച്ചരാതിരുന്നിട്ടുള്ളൂ, സന്ദർഭം ഇഷ്ടം പോലെ അറിയിച്ചു തന്നിട്ടുണ്ട്. അടയാളങ്ങൾ പഠിപ്പിച്ചത് സന്ദർഭം പഠിപ്പിച്ചരാനാണ്. സഹീഹായ ഹദീസിലൂടെ വന്നിട്ടുള്ള ധാരാളം അടയാളങ്ങളുണ്ട്, ധാരാളം. അതിലൂടെ ഒന്നും കടന്നു പോവുക എന്നത് ഇതുപോലൊരു സന്ദർഭത്തിൽ സാധ്യമേ അല്ല. ചില പ്രധാനപ്പെട്ട അടയാളങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. മാലയിലെ മണികൾ പോലെ ഈ അടയാളങ്ങൾ വരുന്നതാണ്. ഒരു മാല അങ്ങ് പൊട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു മണി, അതിന്റെ പിറകെ വേറൊരു മണി ഒന്നിച്ചടർന്നു വീഴും. അങ്ങനെ ഖിയാമത്തിന്റെ അലാമത്തുകൾ ഒന്നിച്ചു വരും. ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബാ. അവർ ഈ അന്ത്യദിനത്തെ വളരെ അകലെയായിട്ട് കാണുന്നു, നാം അതിനെ വളരെ അടുത്തായിട്ടും കാണുന്നു എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. സമ്പൽ സമൃദ്ധി വർദ്ധിക്കും, സകാത്ത് വാങ്ങാൻ ആളില്ലാതെ വരും, അറേബ്യ പൂന്തോട്ടമായി തീരും. ഇപ്പൊ തന്നെ ആയി തുടങ്ങിയില്ലേ? മരുഭൂമി പൂന്തോട്ടമാകുന്നത് നമ്മൾ കാണുന്നില്ലേ? പുഴകളുണ്ടാവും, അറേബ്യയിൽ അരുവികളുണ്ടാവും. അതൊരു പക്ഷേ ഇനിയും പുലരാനിരിക്കുന്ന ഖിയാമത്തിന്റെ ഒരടയാളമാണ്. ഉദ്യാനങ്ങളാകാൻ തുടങ്ങി, പുഴകൾ കാണപ്പെട്ടിട്ടില്ല, പുഴകളുണ്ടാകും. 2, ചന്ദ്രന് വലിപ്പം കൂടും. മാസം ഉദിക്കുമ്പോഴുള്ള പുതിയ മാസപ്പിറവിയുടെ ചന്ദ്രക്കല പോലും ഒന്നാമത്തെ ദിവസത്തെ ചന്ദ്രക്കല കണ്ടാൽ 2 തോന്നും. ഇതെന്റെ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും അനുഭവപ്പെടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചന്ദ്രൻ വളരെ 14-ാം രാവിലൊക്കെ പഴയ ചന്ദ്രനേക്കാൾ വലിയ വലിപ്പമുള്ള, ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് അബ്ദുള്ള ഫാറൂഖി സാഹിബ് അത് പറയുമ്പോൾ അവിടെ ഇരുന്ന് മന്ദഹാസം കൊള്ളുന്നത് ഞാൻ കാണുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിനും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ തവണ റമദാൻ ഞാൻ കണ്ടത് മാസപ്പറ വളരെ വ്യക്തവും കുറേ സമയം നീണ്ടു നിന്നതുമായിരുന്നു. എത്രയോ സമയം നീണ്ടു നിന്നത് ഞാൻ കണ്ടു. റമദാനിലെ മാസപ്പുറമൊക്കെ അങ്ങനെ നീണ്ടു നിൽക്കുക എന്നുള്ളത് വളരെ അസാധാരണമാണ്. വളരെ വ്യക്തമായിരുന്നു അത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഖിയാമത്തിന്റെ ഒരടയാളമായി എണ്ണി പറഞ്ഞിരിക്കുന്നു. പൊടുന്നനെയുള്ള മരണങ്ങൾ വർദ്ധിക്കുക. 4, മൃഗങ്ങൾ സംസാരിക്കുക. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഒരു ചെന്നായ
സംസാരിച്ച സംഭവം വിവരിക്കുന്നുണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെന്നായ ആടിനെ പിടിക്കാൻ വന്നപ്പോൾ ചെന്നായയുടെ പിന്നാലെ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഓടി. അപ്പോൾ വാലിന്റെ മുകളിൽ ചെന്നായ ഇരുന്നിട്ട് സംസാരിച്ചു, അള്ളാഹു എനിക്ക് ആഹാരമായി അനുവദിച്ചതിനെ നിങ്ങൾ തടസ്സപ്പെടുത്താൻ വരികയാണോ എന്ന് ചോദിച്ചു. അത്ഭുതപ്പെട്ടു പോയി അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു. ചെന്നായ സംസാരിക്കുകയോ? ചെന്നായ പറഞ്ഞ് മദീനയിൽ പരിശുദ്ധ റസൂലിന്റെ ആഗമനത്തെ പറ്റി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഈ വിവരം പോയി പരിശുദ്ധ റസൂലിനെ അറിയിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഈ വിവരം അറിയിക്കാൻ. ചെന്നായ സംസാരിച്ചത് പരിശുദ്ധ റസൂലിന്റെ ആഗമനത്തെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി പറയുകയാണ്, ഗൃഹനാഥൻ പുറത്തു പോയാൽ തിരിച്ചു വരുന്നതിനു മുമ്പ് വീട്ടുകാരി എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നിങ്ങളുടെ കാലിന്റെ തൊടകൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാലം വരും. ഇന്നിപ്പോ ഇതൊക്കെ വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ട്? ഇത്ര വലിപ്പമുള്ള ഒരു ചെറിയ സ്ക്രീനിൽ ലോകം മുഴുവൻ തെളിയുന്ന ഈ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും അവിശ്വസിക്കുമോ? എങ്ങനെ അവിശ്വസിക്കാൻ കഴിയും? എല്ലാം റെക്കോർഡാക്കപ്പെടുന്ന ഈ ലോകത്ത്, എല്ലാം ആകാശത്ത് തെളിയുന്ന ഈ ലോകത്ത്, നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടുകാരി എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് കാലിന്റെ തൊടകൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂൽ. മറ്റൊരടയാളം, യൂഫ്രട്ടീസ് നദിയുടെ അടിയിൽ നിന്ന് സ്വർണമല വെളിക്ക് വരും. അതെടുക്കാൻ വേണ്ടി ആളുകൾ പോരാടും. ഓരോ 199 പേരും ആ പോരാട്ടത്തിൽ മരണപ്പെടും. ഇമാം നവവി റഹിമഹുല്ലാഹ് ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതൻ ഹദീസിനെ പറ്റി പറയുമ്പോ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നാമധേയത്തിന്റെ ഉടമ ഇമാം നവവി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, അത് പുഴ ഗതി മാറി ഒഴുകുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ പുഴ വറ്റിയ ശേഷമാവാം ഈ നിധി പുറത്തേക്ക് വരുന്നത്. യൂഫ്രട്ടീസ് നദി ഒന്നുകിൽ ഗതി മാറി ഒഴുകാം, അല്ലെങ്കിൽ പുഴ വറ്റിയിട്ടാകാം അതിന്റെ അടിയിൽ നിന്ന് സ്വർണമല വെളിക്ക് വരുന്നത്. കലാപുണ്ടാവും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർണ്ണം എടുക്കാൻ വേണ്ടി രക്തച്ചൊരിച്ചിലുണ്ടാവും എന്ന് പറഞ്ഞു. പുണ്യ റസൂല് വേറൊന്നും കൂടി പറഞ്ഞു, നിങ്ങൾ അതിൽ നിന്നൊന്നും എടുക്കരുത്. സ്വർണ്ണമല വരുമ്പോ ആർത്തിയോടുകൂടി നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികൾ മദീനയിൽ ഉപരോധിക്കപ്പെടും. ഖഹ്താനിൽ നിന്നുള്ള ഒരാൾ അധികാരം കൈയടക്കും. അയാൾ ഏകാധിപതിയായി തീരും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അയാൾ ഭരണം നടത്തും. ജഹ്ജാഹ് എന്നായിരിക്കും അയാളുടെ പേര്. അയാൾ ഒച്ച വെക്കുന്നവനാകും. അതുകൊണ്ടാണ് ജഹ്ജാഹ് എന്ന പേര്. അയാൾ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ നയിക്കുക അതൊന്നും റസൂൽ വ്യക്തമാക്കിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹ്ദിയുടെ ആഗമനം പരിശുദ്ധ റസൂലിന്റെ ഹദീസുകളിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ളതാണ്. മഹ്ദി ഇമാമിന്റെ ആഗമനം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ അലവി അൽ ഹസനി എന്നായിരിക്കും ഇമാം മഹ്ദിയുടെ പേര്. റസൂലിന്റെ പേരായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പിതാവിന്റെ പേര്, റസൂലിന്റെ പിതാവിന്റെ പേര് അബ്ദുല്ലാ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ അൽ അലവി. അലിയുടെ സന്താന പരമ്പരയിൽ അൽ ഹസനി, അലിയുടെ മകനായ ഹസന്റെ സന്താന പരമ്പരയിൽ 26ഓളം സഹാബികൾ ഇമാം മഹ്ദിയുടെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഹ്ദിയുടെ ആഗമനത്തെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. ചിലർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 26ഓളം സഹാബത്ത് അത് അറിയിച്ചിരിക്കുന്നു. 36ഓളം ഹദീസിന്റെ സുനനുകളിൽ അത് ആവർത്തിച്ച് മുതവാത്തിറായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിരിക്കുന്നു. മുസ്നദ് അഹ്മദ്, സഹീഹ് ഇബ്നു ഹിബാൻ, മുസ്തദ്റക് ഹാക്കിം, ഇതിലെല്ലാം മഹ്ദിയുടെ വരവിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. ദജ്ജാലിന്റെ വരവ്, ഈസാ നബിയുടെ വരവ്, യഅ്ജൂജ് മഅ്ജൂജിന്റെ വരവ്, ഇതൊക്കെ ഖിയാമത്തിന്റെ അടയാളങ്ങളാണ്. മറ്റൊന്ന് പടിഞ്ഞാറ് സൂര്യോദയം, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക, ദാബത്തുൽ അർള് എന്ന ഒരു മൃഗം പുറപ്പെടുക, വലിയ ഒരു അഗ്നി പൊട്ടിപ്പുറപ്പെടുക, പുകയുണ്ടാവുക. ഫർതഖിബ് യൗമ തഅ്തിസ് സമാഉ ബിദുഖാനിൻ മുബീൻ, ഒരു വലിയ പുക ആകാശത്ത് വരുന്ന ദിവസം. പരിശുദ്ധ ഖുർആൻ അതിനങ്ങനെ വിശേഷിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ ഈ ധാരാളം അടയാളങ്ങളെ പറ്റി പറഞ്ഞു. ദജ്ജാലിനെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകി. ദജ്ജാലിനെ കുറിച്ച് മാത്രം പറയാൻ മണിക്കൂറുകൾ നാം നീക്കിവെച്ചാലും ആ വിഷയത്തിന്റെ ഒരു ഭാഗം പോലും സ്പർശിക്കാൻ സാധ്യമാവുകയില്ല. അത്രയേറെ ദജ്ജാലിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. എത്രയോ ഹദീസുകൾ
ദജ്ജാൽ വഴി ഉണ്ടായിത്തീരുന്ന ഫിത്ന. എല്ലാ അമ്പിയാക്കളും ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, ദജ്ജാലിൽ നിന്ന് അഭയം തേടാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇന്നും നമ്മൾ നിസ്കരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ മസീഹ് ദജ്ജാലിന്റെ പേരുച്ചരിക്കാതെ ഒരാളും ഇവിടെ വന്നിട്ടുണ്ടാവുകയില്ല. ഒരു ദിവസം എത്ര തവണയാണ് നാം ദജ്ജാലിന്റെ പേര് പറയുന്നത്? ഒമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് രണ്ടാമത്തെ അത്തഹിയാത്തിൽ പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഈസാ നബിയെ കാണുമ്പോൾ ദജ്ജാൽ ഉപ്പ് അലിയുന്ന പോലെ അലിയും. ഈസയുടെ കരങ്ങളിൽ ദജ്ജാൽ വധിക്കപ്പെടും. വിശ്വാസികളുടെ സംഘം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. എന്തായിരിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ പോകുമ്പോൾ ആയുധം? അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായിരിക്കും വിശ്വാസികളുടെ കയ്യിലുള്ള ആയുധം? അതിനുവേണ്ടി പ്രത്യേക ആയുധം ഉണ്ടാക്കാനൊന്നും ആരും ഒരുങ്ങണ്ട. ആയുധം എന്താണെന്ന് റസൂലുള്ള മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇത് മാത്രമായിരിക്കും ആയുധം. ഇത് ചൊല്ലിക്കൊണ്ടാണ് അവർ കടന്നു ചെല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഓരോ ഭാഗം അധീനമായി കൊണ്ടിരിക്കും. ഒരു ഭാഗം മുഴുവൻ അധീനമാകും. വീണ്ടും അത് പറയാൻ തുടങ്ങുമ്പോ മറുഭാഗവും അധീനമാകുമെന്ന് പരിശുദ്ധ റസൂൽ. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ അധീനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത കേൾക്കും, ദജ്ജാല് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കാറ്റിലോടുന്ന മേഘം പോലെ ദജ്ജാല് വരും. ലോകത്തെ സകല നഗരങ്ങളിലൂടെയും ദജ്ജാല് സഞ്ചരിക്കും. മക്കയും മദീനയും ഒഴികെ സ്വർഗം നരകമെന്ന് തോന്നിപ്പിക്കുന്നതെല്ലാം ദജ്ജാലിന്റെ കയ്യിലുണ്ടാകും. പക്ഷെ പുണ്യ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദജ്ജാല് സ്വർഗമെന്ന് തോന്നിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടും വെള്ളമായിരിക്കും. ദജ്ജാല് സ്വർഗമെന്ന് കാണിക്കുന്നത് തണുത്ത വെള്ളാവില്ല, ചൂടുള്ള വെള്ളമായിരിക്കും. ദജ്ജാല് നരകമെന്ന് തോന്നിപ്പിക്കുന്നത് ചൂടുള്ള വെള്ളമായിരിക്കില്ല, തണുത്ത വെള്ളമായിരിക്കും. അതുപോലും ചതിപ്രയോഗം അതിന്റെ പിറകിലുണ്ടാകുമെന്നാണ് പുണ്യനബി നൽകുന്ന സൂചന സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ സേവകനായിരിക്കും ദജ്ജാൽ. മഴ പെയ്യിപ്പിക്കും, സസ്യങ്ങൾ മുളപ്പിക്കും, മൃഗങ്ങളെ ഉണ്ടാക്കും. മദീനയിലെ ഒരു യുവാവ് ദജ്ജാലിനെതിരെ രംഗത്ത് വരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുവാവ് ദജ്ജാലിന്റെ വാസസ്ഥാനത്തേക്ക് കടന്നു ചെല്ലും. പാറാവുകാർ പിടിച്ചു വെക്കും. നിനക്കറിയില്ലേ നീ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? എനിക്ക് നന്നായി അറിയാമെന്ന ആ യുവാവ് പറയും. ദജ്ജാലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും, വയറിന്മേൽ കിടത്തും. ആ ചെറുപ്പക്കാരനെ ദജ്ജാലിന്റെ കിങ്കരന്മാർ വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കും. ദജ്ജാൽ അടിക്കാൻ പറയും. നീ വ്യാജ മസീഹാണ് എന്നവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മദീനയിലെ ഈ യുവാവ് വിളിച്ചു പറയും. നീ കള്ളനാണ്, നീ വ്യാജനാണ് എന്ന് പറയും. അപ്പൊ ദജ്ജാല് പറയും, ഇവനെ പിളർത്തു എന്ന് പറയും. ഈർച്ചവാളുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ പിളർത്തുകയും ശരീരം രണ്ട് പാതിയാക്കിയിട്ട് ഓരോ പാതിയിലൂടെ ദജ്ജാല് നടക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു പോകുമ്പോ ദജ്ജാല് ചോദിക്കും, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? നീ ദജ്ജാലാണെന്ന് എനിക്ക് വീണ്ടും ഉറപ്പായിരിക്കുന്നുവെന്ന് പിളർത്തിയ ശേഷവും ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയും. അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഷഹീദ് ആ യുവാവായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറാസാൻ എന്ന് പറയുന്ന ദേശത്ത് നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലൂടെ ദജ്ജാൽ ധാരാളം അനുയായികളാൽ സഞ്ചരിക്കും. എത്ര ദിവസം? സഹാബത്ത് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു 40 ദിവസം ദജ്ജാൽ ഭൂമിയിലുണ്ടാകും. പക്ഷെ 40 ദിവസം എന്ന് പറയുമ്പോൾ ആശ്വസിക്കാൻ നിവൃത്തിയില്ല. അതിലെ ഒന്നാമത്തെ ദിവസം ഒരു വർഷം പോലെ, രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ, മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെ, ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസങ്ങൾ പോലെ. എത്ര സൂക്ഷ്മമാണ്, എത്ര വലിയ സത്യങ്ങളാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ ഇരുന്ന് പഠിപ്പിച്ചത്. ആർക്ക് പറഞ്ഞു തരാൻ കഴിയും ഇത്ര വലിയ ലോകവിജ്ഞാനങ്ങൾ, ഭാവി വിജ്ഞാനങ്ങൾ? അപ്പൊ സഹാബത്ത് ചോദിച്ചു. അവരെ ശ്രദ്ധ അപ്പോഴും എത്തിയത് അവരുടെ കടമകളിലാണ്. ഒരു വർഷം പോലെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 5 നേരത്തെ നിസ്കാരം, ഒരു ദിവസത്തെ നിസ്കാരം മതിയോ എന്ന് അവർ പുണ്യ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പോരാ, നിങ്ങൾ കണക്കാക്കി നിർവഹിക്കേണ്ടി വരും എന്ന് പുണ്യ നബി മറുപടി നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു കൊല്ലത്തിന് 5 നേരം മതിയാവില്ല. ഓരോ ദിവസത്തെയും പെരുക്കി നിസ്കരിക്കുക. ഒരു ദിവസം ഒരു വർഷം പോലെ നിൽക്കുക. അള്ളാഹു ആ ഫിത്നയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആളുകൾ മലകളിൽ അഭയം തേടും. ഞാനുണ്ടായിരുന്നെങ്കിൽ, അവിടുന്ന് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ദജ്ജാല് വരുമ്പോ ഞാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ അവനോട് വാദിക്കണം, അള്ളാഹുവിന് വേണ്ടി വാദിക്കണം. അള്ളാഹു എത്ര വ്യത്യസ്തൻ! അള്ളാഹു ആണ് ദൈവമാണെന്ന് നടിച്ചിട്ടാണല്ലോ ഈ വരുന്നത്. ഇതൊരു മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു പിശാചാണ് ദജ്ജാൽ, ഒരു ശൈത്താൻ. മനുഷ്യർക്ക് പരീക്ഷണത്തിനായി അവസാനം വരുന്ന ഒരു ശൈത്താൻ. ദജ്ജാലിന്റെ ആക്രമണത്തിൽ നിന്നുള്ള മോചനത്തിന്റെ വഴിയായിട്ട് പഠിപ്പിച്ചത് സൂറത്തുൽ കഹ്ഫാണ്. വേറെ വലിയ ആയുധങ്ങളോ വേറെ വലിയ എന്തെങ്കിലും പീരങ്കിയോ ഒന്നുമല്ല. സൂറത്തുൽ കഹ്ഫ് അതിന്റെ ആദ്യ ഭാഗം എന്ന് ഹദീസിലുണ്ട്, അവസാന ഭാഗം എന്നും ചിലയിടത്തുണ്ട്. ആദ്യത്തെ 10 ആയത്താണ് എന്നുണ്ട്, അവസാനത്തെ 10 ആയത്താണ് എന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകത ബുദ്ധിമുട്ടിലും പരീക്ഷണത്തിലും ദീനും വിശ്വാസവും ഈമാനും തൗഹീദും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഗുഹയിലടക്കപ്പെട്ട് ത്യാഗം ചെയ്ത, കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്ന ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളെ അള്ളാഹു ശക്തിപ്പെടുത്തിയ വറബത്ന അലാ ഖുലൂബിഹിം, ആ സംഭവം വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ പറ്റി പറഞ്ഞു, ലുദ്ദിന്റെ കിഴക്കേ കവാടത്തിൽ ദജ്ജാൽ തമ്പടിക്കും. ഫലസ്തീനിൽ റാമല്ലക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ലുദ്. ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് തന്നെ അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ്. പരിശുദ്ധ റസൂലിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനോട് സാദൃശ്യപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഹദീസുകൾ അതിനെയൊക്കെ പറ്റി സൂക്ഷ്മമായിട്ട് വന്നിട്ടുണ്ട്. ഇബ്നു സയ്യാദ് എന്നായിരുന്നു അയാളുടെ പേര്. ദജ്ജാലിനെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ റസൂലിനെ അറിയിച്ചു കൊടുത്ത ലക്ഷണങ്ങൾ പലതും ഇയാളിൽ തികഞ്ഞിരുന്നു. ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്, ദജ്ജാൽ ഇങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ തികഞ്ഞ ഒരാളായിരുന്നു ഇബ്നു സയ്യാദ്. മദീനയിൽ ഒരു ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇബ്നു സയ്യാദിനെ നിരീക്ഷിക്കാൻ വേണ്ടി പോയി. ഇബ്നു സയ്യാദ് ബനൂ മുഗാല കോട്ടയിൽ കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. അന്ന് ഇബ്നു സയ്യാദിന് അധികം പ്രായമായിട്ടുണ്ടായിരുന്നില്ല. ഇബ്നു സയ്യാദിന്റെ പുറത്ത് തട്ടിയിട്ട് ഞാൻ ആരെന്നറിയുമോ എന്ന് പരിശുദ്ധ നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിനക്കറിയുമോ എന്ന് ഇബ്നു സയ്യാദിനോട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഒരു സലാത്ത് അല്ലേ, അതിൻ്റെ ഒരു പ്രതിഫലം, അതിൻ്റെ ഒരു തിളക്കം, പാഴാകാത്ത ഒരു പുണ്യം അല്ലേ. പ്രസംഗം കേട്ടാലോ പ്രസംഗിച്ചാലോ കേട്ടവരോ എവിടെങ്കിലും എന്തെങ്കിലും പാഴായാലും അങ്ങനെ ആകാതിരിക്കട്ടെ, ആവുകയില്ല. പക്ഷേ പാഴാകാത്ത ഒന്ന്, പുണ്യ നബിയുടെ മേലൊരു സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനൂ മുഗാല കോട്ടയിൽ കുട്ടികളോടൊപ്പം കളിക്കുന്ന ഇബ്നു സയ്യാദിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് അള്ളാന്റെ ഹബീബായ നബി ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിനക്കറിയുമോ? ഇബ്നു സയ്യാദ് മറുപടി പറഞ്ഞു, നിങ്ങൾ നിരക്ഷരരുടെ റസൂലാണെന്ന് എനിക്കറിയാം. ഉടൻ തന്നെ ഇബ്നു സയ്യാദ് തിരിച്ചു ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നുവെന്ന് സല്ലല്ലാഹു അലൈഹി ആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികം ഈ മറുപടികൾ കേട്ടപ്പോൾ രോഷാകുലനാവുകയും പുണ്യ റസൂലിന്റെ സമ്മതം ചോദിക്കുകയും ചെയ്തു. ഞാൻ അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ദജ്ജാലാണെങ്കിൽ ഉമറെ നിങ്ങൾക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദജ്ജാൽ അല്ലെങ്കിൽ നിങ്ങൾ അയാളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പരിശുദ്ധ റസൂലിന്റെ കൗതുകം, അതീവ കൗതുകമായിരുന്നു റസൂലിനെ ഇയാളെ പറ്റി പഠിക്കാൻ. നിരന്തരം റസൂൽ ഇയാളെ നിരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഇബ്നു സയ്യാദിനെ ഇയാൾ ദജ്ജാലാണെന്ന് റസൂൽ വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും സാദൃശ്യമുള്ളത് കൊണ്ട് ദജ്ജാലാകുമോ എന്ന് അവിടുന്ന് കൗതുകത്തോടെ നിരീക്ഷിച്ചു. ഒരു ദിവസം പരിശുദ്ധ റസൂൽ മദീനയുടെ തെരുവുകളിലൂടെ നടന്നുപോയി.
ഇബ്നു സയ്യാദ് പാർക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റക്കെത്തി. ഈന്തമരങ്ങൾക്ക് പിറകിൽ റസൂൽ ഒളിച്ചിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇബ്നു സയ്യാദ് ഒരു പായയിൽ കിടക്കയിരുന്നു. ഈന്തപ്പനയുടെ മറവിൽ പുണ്യനബിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ ഒബ്സർവ് ചെയ്യാൻ, ഇയാളുടെ പ്രവർത്തനങ്ങളും സംഗതികളും നിരീക്ഷിക്കാൻ. ഉടൻ തന്നെ മാതാവ് കണ്ടു. ഇബ്നു സയ്യാദിന്റെ മാതാവ് പുണ്യനബിയെ കണ്ടപ്പോ പറഞ്ഞു, ഏ സാഫ്, സാഫ് എന്നായിരുന്നു ഇയാളെ വിളിച്ചിരുന്നു. ഏ സാഫ്, മുഹമ്മദ് ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂല് പറയാണ്, അയാളുടെ മാതാവ് വിവരമറിയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്നാൽ ഇയാളുടെ ബിഹേവിയറിസം, ഇയാളുടെ പെരുമാറ്റ രീതികൾ, അതിൽ നിന്ന് ഇയാളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു പരിശുദ്ധ റസൂൽ. ഇയാൾ പിന്നീട് മുസ്ലിമായി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനും ഉറപ്പായിരുന്നു ഇയാൾ ദജ്ജാലാണെന്ന്. മുസ്ലിമായ ശേഷം ഒരിക്കൽ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ധാരാളം ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി, ഹജ്ജിനോ ഉംറക്കോ രണ്ടാലൊന്നിന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. കൂടെ കുറെ ആളുകളുണ്ട്, ഇബ്നു സയ്യാദും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടുള്ളവരൊക്കെ പിരിഞ്ഞുപോയി. ഇബ്നു സയ്യാദും അബൂ സഈദുൽ ഖുദ്രിയും ഒറ്റക്കായി. അബൂ സഈദിന് ഓരോരോ വിഷമം, പ്രയാസം, പരിഭ്രമം വരാൻ തുടങ്ങി. ആരാപ്പോ ഒപ്പുള്ളത് എന്നുള്ള സംഗതി ആലോചിച്ചിട്ട് ബേജാറാകാൻ തുടങ്ങി. അപ്പോൾ തനിച്ചായപ്പോ സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ ഒരുങ്ങി ഇബ്നു സയ്യാദ്. അപ്പൊ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചൂടെ ലഗേജ് എന്ന് ചോദിച്ചു. എന്നാലെങ്കിലും കുറച്ച് അപ്പുറത്തേക്ക് ബാധ ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്ക് വെച്ചൂടെ എന്ന് ചോദിച്ചു. അയാള് പാല് കറന്നിട്ട് അബൂ സഈദ് റളിയല്ലാഹു അൻഹു സൽക്കരിച്ചപ്പോ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ചൂടുള്ള കാലായിരുന്നു, അതുകൊണ്ട് പാലിന് ചൂടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പാല് തിരസ്കരിച്ചു. പാലിന് ചൂടുണ്ടായതുകൊണ്ടല്ല, തരുന്നത് ഇബ്നു സയ്യാദ് ആയതുകൊണ്ട് അബൂ സഈദ് റളിയല്ലാഹു അൻഹു കഴിച്ചില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, ജനങ്ങൾ എന്നെപ്പറ്റി ഓരോന്ന് പറയാണ്. ഇബ്നു സയ്യാദ് അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജനങ്ങൾ എന്നെപ്പറ്റി ഓരോന്ന് പറയാണ്, ഈ പറയുന്നത് കേട്ടാൽ എനിക്ക് തൂങ്ങി മരിക്കാൻ തോന്നും. അങ്ങനെയാണ് ആളുകൾ എന്നെപ്പറ്റി പറയണത്. അല്ലയോ അബൂ സഈദ്, അയാളെന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ദജ്ജാലിനെയാണ്. അയാൾ രണ്ട് കണ്ണിന്റെ മെടയിൽ അയാളുടെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഞാൻ മുസ്ലിമല്ലേ? മാത്രമല്ല, അയാൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഞാൻ മദീനയിൽ എന്റെ മക്കളെ ഒഴിവാക്കിയിട്ടല്ലേ ഇപ്പൊ നിങ്ങളെ കൂടെ ഈ യാത്രയിൽ വന്നിട്ടുള്ളത്? അയാൾ മക്കയിലും മദീനയിലും പ്രവേശിക്കുകയില്ല, അയാൾ എന്ന് പറഞ്ഞാൽ ദജ്ജാൽ. അയാൾ മക്കയിലും മദീനയിലും പ്രവേശിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഞാനിപ്പോ മദീനയിൽ നിന്ന് മക്കയിലേക്കല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇബ്നു സയ്യാദ് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇബ്നു സയ്യാദ് പറഞ്ഞു, പക്ഷേ അയാൾ എവിടെയാണെന്നും അയാളുടെ മാതാപിതാക്കൾ ആരാണെന്നും എനിക്കറിയാം. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അത്ഭുത പരതന്ത്രനായി. ആ മനുഷ്യനാകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമോ എന്ന് അബൂ സഈദുൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ദജ്ജാലാകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. ഇബ്നു സയ്യാദ് പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് ലഭിച്ചാൽ ഞാനത് തിരസ്കരിക്കുകയില്ല എന്ന് ഇബ്നു സയ്യാദ് മറുപടി പറഞ്ഞു. ദജ്ജാലാകാനുള്ള ഒരു പൊസിഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ, പ്രസിഡന്റ് പദവിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഒഴിവാക്കൂല എന്ന് പറയുന്ന മാതിരി ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു പദവി എനിക്ക് ഓഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാനത് തിരസ്കരിക്കുകയില്ല. ഇത് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീത്താണ്. ഫാത്തിമത്ത് ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം അസ്സലാത്തു ജാമിഅ, നിസ്കാരത്തിനൊരുങ്ങി മദീനയുടെ മസ്ജിദിൽ പരിശുദ്ധ റസൂൽ നിസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ കയറി. മിമ്പറിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഓരോരുത്തരും അവരിയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം. എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. സഹാബത്തിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ഇന്നലെ തമീമുദ്ദാരി എന്റെ അടുക്കൽ വന്നു, എന്റെ കയ്യിൽ ഉടമ്പടി ചെയ്തു, ദീൻ വിശ്വസിച്ചിരിക്കുന്നു, വിശ്വാസം അവലംബിച്ചിരിക്കുന്നു. എന്നിട്ട് തമീമുദ്ദാരി എന്നോടൊരു സംഭവം പറഞ്ഞു. അവരൊരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു മാസത്തോളം കടൽക്ഷോഭത്തിൽപ്പെട്ടു. അങ്ങനെ അവരൊരു ദ്വീപിൽ ചെന്ന് അണഞ്ഞു, രക്ഷപ്പെട്ടു. കൊച്ചു വള്ളങ്ങളിലായിട്ട് അവരൊരു ദ്വീപിലെത്തി. ദ്വീപിലെത്തിയപ്പോൾ ധാരാളം മുടിയുള്ള ഒരു ജന്തു അവിടെ കണ്ടു. അതിന്റെ മുഖം രോമം കൊണ്ട് ദൃശ്യമല്ല. ആ ജന്തുവിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല. നിനക്ക് നാശം, നീ ആരാണ്? തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവും കൂടെയുള്ളവരും ചോദിച്ചു.
ഞാൻ ജസ്സാസ ആണ് എന്ന് ആ ജന്തു മറുപടി പറഞ്ഞു. ജനങ്ങളെ, ആശ്രമത്തിൽ പോകൂ, ആശ്രമത്തിൽ പോയാൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കും എന്ന് ഈ ജന്തു പറഞ്ഞു. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് ചെന്നു. ഭീമാകാരമുള്ള ഒരു ജീവിയെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് കണ്ടു. കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കൈകൾ കഴുത്തിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിനക്ക് നാശം, നീ ആരാണ് എന്നിവർ ചോദിച്ചു. ഞാൻ ആരാണെന്ന് പറയാം, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഇദ്ദേഹം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ബൈസാനിലെ വിവരം എന്താണ്? ഫലസ്തീനിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ബൈസാൻ. തബരിയയിലെ വിവരങ്ങൾ എന്താണ്? സുഹറിലെ അരുവി ഇപ്പോഴും ഒഴുകുന്നുണ്ടോ? ജലസേചനമുണ്ടോ? ഒക്കെ ചോദിച്ചു. അവസാനം ചോദിച്ചു, നിരക്ഷരരുടെ പ്രവാചകന്റെ വിവരം എന്താണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരക്ഷരരുടെ പ്രവാചകൻ യഥ്രിബിൽ എത്തിയോ എന്ന് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഈ വലിയ ജീവി ചോദിച്ചു. അതെ, യഥ്രിബിൽ എത്തിയിട്ടുണ്ട് പ്രവാചകൻ. എന്നിട്ട് അവിടുത്തെ ജനങ്ങൾ ആ പ്രവാചകനുമായി കലാപത്തിനൊരുങ്ങിയില്ലേ എന്ന് ചോദിച്ചു. കലാപത്തിന് അവർ ആദ്യമൊക്കെ ഒരുങ്ങിയെങ്കിലും അവർ ഇപ്പോൾ ആ പ്രവാചകന് അധീനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് ദജ്ജാൽ എന്നയാൾ തമീമുദ്ദാരിയോട് മറുപടി പറയുകയും ചെയ്തു. പിന്നെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ മദീനയുടെ മിമ്പറിൽ ഉപവിഷ്ടനാണ്. അവിടുന്ന് അവിടുത്തെ വടികൊണ്ട് മിമ്പറിന്റെ പടവിൽ അടിച്ചുകൊണ്ട് 3 തവണ പറഞ്ഞു, ഹാദിഹി തൈബ, ഹാദിഹി തൈബ, ഹാദിഹി തൈബ. ഇത് തൈബയാണ്, ഇത് മദീനയാണ്, ഇത് മദീനയാണ്, ഇത് മദീനയാണ്. ദജ്ജാൽ ഇവിടെ പ്രവേശിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയും ചെയ്തു. ദജ്ജാൽ ഈസാ നബിയുടെ കരങ്ങളാൽ വധിക്കപ്പെടുന്നു. ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായ ശേഷം മദീനയിലേക്ക് കൊണ്ടുവരുന്നു. റൗള ഷരീഫിൽ ഒരു ഖബറിന്റെ ഇടം ഇപ്പോഴും ബാക്കിയുണ്ട്. അവിടെ ഈസയുടെ ദേഹം എന്റെ അടുത്ത് കൊണ്ടുവരികയും എന്റെ അടുത്ത് ഈസ ഖബറടക്കം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ളവരെല്ലാം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോവുക എന്നുള്ളതാണ് ഖിയാമത്തിന്റെ ഒരു അടയാളം. നമസ്കാരമില്ലാതായിത്തീര, നോമ്പില്ലാതായിത്തീര, ദീൻ അറിയുന്നവരില്ലാതായിത്തീര, ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുയർത്തപ്പെടുക, ഒറ്റ ആയത്തും ബാക്കില്ലാതെ വരിക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരൊക്കെ മരണപ്പെട്ടു പോവുക, ദുഷിച്ച ജനം മാത്രം ഭൂമിയിൽ ബാക്കിയാവുക. ഏറ്റവും ദുഷിച്ച ജനതയ്ക്ക് മീതെ മാത്രമേ ഖിയാമത്ത് സംഭവിക്കൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു യമനിൽ നിന്ന് സുന്ദരമായ ഒരു കാറ്റിനെ നിയോഗിക്കും. പട്ടുപോലെ ആ കാറ്റ് മൃദുലമായിരിക്കും. അണുമണിത്തൂക്കം വിശ്വാസമുള്ളവരെയെല്ലാം ആ കാറ്റ് പിടികൂടും, ആരാളെയും വിട്ടുകളയുകയില്ല. ആ കാറ്റ് വരുന്നതോടെ ഈമാൻ അല്പമെങ്കിലുള്ളവരൊക്കെ മരണപ്പെടും, ദുഷ്ടജനം മാത്രം ബാക്കിയാകും. അല്ലാ അല്ലാ എന്ന് പറയുന്ന ഒരാളും ഇല്ലാതെ വരുമ്പോഴാണ് ഖിയാമത്ത്. ഹജ്ജ് ഇല്ലാതെയാകും, ഉംറ ഇല്ലാതെയാകും, കഴുതയെപ്പോലെ പരസ്പരം ഇണചേരും ജനങ്ങളെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ സംഭവിക്കുമോ? അവിടുന്ന് പറഞ്ഞു, അങ്ങനെ സംഭവിക്കും. തെരുവിൽ വെച്ച് മനുഷ്യർ അണചേരും കഴുതകളെ പോലെ. അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്നറിയുമോ? പുണ്യനബി ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേക്കൊക്കെ ഒന്ന് ലോകം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ രാജ്യങ്ങളുടെ തെരുവുകളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ രാജ്യങ്ങളിലെ ടൂറിസം വ്യാപാരങ്ങളുടെ മുഖമുദ്രയായി ഇത്തരം നടപടികൾ കാണപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ കാലത്തെ ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങൾക്ക് ആ മതിലിന്റെ അപ്പുറത്തേക്ക് പോയി കൂടെ എന്ന് ചോദിക്കുന്ന ആളായിരിക്കും. തെരുവിൽ വെച്ച് ഇണചേരുന്നവരോട് ഈ മതിലിന്റെ അപ്പുറത്തായിക്കൂടെ എന്ന് ചോദിക്കുന്നവനായിരിക്കും ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉത്തമനെന്ന് പരിശുദ്ധ റസൂൽ. അബിസീനിയക്കാർ വന്നിട്ട് കഅബ തകർക്കും, അതിന്റെ അലങ്കാരങ്ങളൊക്കെ കവർന്നെടുക്കും, അതിന്റെ ആവരണം കവർന്നെടുക്കും. ഞാൻ കാണുന്നു അവർ കഅബ തകർക്കുന്നത്. പുണ്യനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കഷണ്ടിക്കാർ, വളഞ്ഞ കൈത്തണ്ടയുള്ളവർ, അവർ മഴുകൊണ്ടതാ കഅബ വെട്ടുന്നത് ഞാൻ കാണുന്നുവെന്ന് പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുസ്വൈഖതൈൻ എന്ന് പറയുന്നവന്റെ നേതൃത്വത്തിലാണ്
അവർ കഅബ തകർക്കുക. സാക്ക് എന്ന് പറഞ്ഞ കണങ്കാല്, സുവൈക്ക് എന്ന് പറഞ്ഞ കണങ്കാല് ചെറുത്. പൊതുവെ തന്നെ ആ രാജ്യക്കാർക്ക് കണങ്കാല് ചെറുതുമായിരിക്കും, മെലിഞ്ഞിട്ടുമായിരിക്കും. ആ കണങ്കാലുകാർ അവരാണതിനെ തകർക്കുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന വിജനമായി തീരും. അവസാനം മദീനയിൽ ആരും ഉണ്ടാവില്ല. 2 ഇടയന്മാർ മദീനയിലേക്ക് വരും. അവർ സനിയാത്തുൽ വദാഇൽ വെച്ച് തലഅൽ ബദ്റു അലൈന, അതിൽ പറയുന്നുണ്ട് സനിയാത്തുൽ വദാ, പ്രസിദ്ധമായ സ്ഥലമാണ്. ആ കവിത കൊണ്ട് തന്നെ ആ സ്ഥലം വളരെ പ്രസിദ്ധമായിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ അവർ മൂക്കുകുത്തി വീണ് മരണപ്പെടും. ഈ 2 ഇടയന്മാര് അത്രത്തോളം ആരും ഇല്ലാതാവും. മദീന വിജനമാകും. അപ്പൊ സിറിയക്കൊരു പ്രത്യേകത ഉണ്ട്. സിറിയ സംഗമത്തിന്റെ നാടാവും. ലോകത്തിന്റെ പല ഭാഗം വിജനമാകുമ്പോ സിറിയയിലേക്ക് ആളുകൾ, അവിടെ വെച്ച് ആളുകൾ ഒരുമിച്ച് കൂടും. പുനരുത്ഥാനം അവിടുന്ന് സംഭവിക്കും. ഇത് ഖിയാമത്തിന് ശേഷമായിരിക്കും എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. അൽ ഗസാലി, അൽ ഹലീമി, പക്ഷെ അഭിപ്രായം ദുർബലമാണ്. അൽ ഖത്താബി, അത്തീബി, ഖാദി ഇയാദ്, അൽ ഖുർത്തുബി, ഇബ്നു കസീർ, ഇബ്നു ഹജർ എന്നിവരുടെ ഒക്കെ അഭിപ്രായത്തിൽ സിറിയ സംഗമസ്ഥാനമാകുന്നത് ഖിയാമത്തിന് മുമ്പാണ്, അന്ത്യദിനത്തിന് മുമ്പാണ്. അങ്ങനെ ഒരു പ്രത്യേകത ആ നാടിനുണ്ട്. ഏദനിൽ നിന്ന് അഗ്നി പുറപ്പെടും. ഒരു ഒട്ടകത്തിന്മേൽ 2 ആള്, ഒരു ഒട്ടകത്തിന്മേൽ 3 ആള്, ഒരു ഒട്ടകത്തിന്മേൽ 4 ആള്, ഒരു ഒട്ടകത്തിന്മേൽ 10 ആള്. അങ്ങനെ തീയിൽ നിന്ന് രക്ഷപ്പെടും. ചില ആളുകൾ തീയിൽ അകപ്പെടുകയും ചെയ്യും. സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നു. കൊമ്പ് വിളി പെരുമ്പറ പോലെ കാഹളം മുഴങ്ങുന്നു. കാഹളം വായിൽ വെച്ച് ഇസ്രാഫീൽ ഇരിക്കുമ്പോ, ഊതാൻ അനുമതി തേടുമ്പോ എന്ത് സമാധാനമാണ് ഉണ്ടാവുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളപ്പോൾ എന്ത് ചെയ്യണമെന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് ചൊല്ലുക. വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനാ വചനമാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. മഹ്ശറിലെ വിചാരണ, സൂര്യൻ വന്ന് ശിരസ്സിന് മീതെ ഉദിച്ചു നിൽക്കുന്നു. അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത നേരം. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. നീ ഈ കാര്യത്തിൽ വലിയ അശ്രദ്ധയിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയാണ്, നീ ഈ കാര്യത്തിൽ വലിയ അശ്രദ്ധയിലായിരുന്നു മനുഷ്യ. ഫകശഫ്നാ അൻക ഗിതാഅക, നിന്റെ ആ മൂടി നാം എടുത്ത് നീക്കുകയാണ്. അത്ഭുതകരമായ ആയത്താണത്. വളരെ സയന്റിഫിക് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒരു ആയത്താണ്. നിന്റെ മൂടി നാം എടുത്ത് നീക്കുകയാണ്. ഫബസറുകൽ യൗമ ഹദീദ്, ഇന്നേ ദിവസം നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയാണ്. ഇഹലോകത്ത് പലതും കാണാൻ തടസ്സമായിരുന്നു. പരലോകത്തെക്കുമ്പോ ഒക്കെ മനസ്സിലായി, എല്ലാം മനസ്സിലായി. കണ്ണിന് നല്ല ഷാർപ്പ് സൈറ്റാണ്. ഫബസറുകൽ യൗമ ഹദീദ്, ടുഡേ യുവർ സൈറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഷാർപ്പ്. ഇന്ന് നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയാണ്. ഇന്ന് നിനക്ക് നന്നായിട്ട് കാണാം. പരലോകത്തെത്തി, ഇഹലോക ജീവിതം കഴിഞ്ഞു. ഏകനായൊരു ദൈവമുണ്ട്, ഒരു വിചാരണയുണ്ട്. ഇതാ നീ വിചാരണ നേരിടാൻ പോണ്. നിന്റെ നന്മക്ക് രക്ഷ, നിന്റെ തിന്മക്ക് ശിക്ഷ, അതൊക്കെ ലഭിക്കുന്ന ഒരു നീതിയുടെ ലോകമിതാ പുലരാൻ പോണ്. ഇഹലോകത്തെ തടസ്സങ്ങളില്ല, പരലോകത്തെ എല്ലാം വ്യക്തമായിട്ടിതാ ബോധ്യപ്പെടുകയാണ്. നിശബ്ദമാണ് മഹ്ശറ, ആരും സംസാരിക്കൂല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണികൻ അനുമതി നൽകാത്ത ഒരാളും സംസാരിക്കുകയില്ല. ചില മുഖങ്ങളെന്ന് പ്രസന്നമായിരിക്കും, പ്രസന്ന വദനങ്ങൾ. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ ളാഹിഖത്തുൻ മുസ്തബ്ശിറ, അവർ സച്ചരിതരായ മുഅ്മിനുകളായിരിക്കും, സാലിഹുകളായിരിക്കും. അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും അതിൽ ഉൾപ്പെടുത്തട്ടെ. വിചാരണ മഹ്ശറയിലെ മനുഷ്യർ ചെയ്ത പാപങ്ങൾ അവന്റെ ശരീരം തന്നെ സംസാരിക്കും. ഇന്നത്തെ കാലത്ത് ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഇത്ര വളർന്നൊരു കാലത്ത് വിചാരണയെ പറ്റിയൊന്നും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു പുസ്തകമാണ്, ഗ്രന്ഥമാണ്. ചെറുതും വലുതുമൊന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ രേഖപ്പെടുത്താതെ. ഒരു സുഹൃത്തിന് ഒരാൾ വിളിച്ചു, ഞാൻ നിന്നെ നേരത്തെ ഫോൺ ചെയ്തിരുന്നല്ലോ. പണ്ടത്തെ ശീലത്തിന് പറഞ്ഞുപോയി, വിളിച്ചിട്ടില്ല. അവന്റെ കയ്യിലുള്ള മൊബൈൽ സംസാരിക്കും അല്ലേ, അതിലതാ കിടക്കുന്ന നമ്പർ, അതിലതാ കിടക്കുന്ന തെളിവ്. ഈ ഒരു കാലത്താ ജീവിക്കുന്നത്. മിസ് കോളായിട്ട്, അല്ലെങ്കിൽ റിസീവ്ഡ് കോളായിട്ട്, അല്ലെങ്കിൽ ഡയൽഡ് നമ്പറായിട്ട് ഒക്കെ കാണാൻ സാധിക്കുന്നു.
അത്രത്തോളം എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. ഹൃദയം തൊണ്ടയിൽ വന്ന് നിൽക്കുന്ന നേരമാണത്. പിശാചിന്റെ ഒരു പ്രസംഗമുണ്ട് മഹ്ശറയിൽ. ശൈത്താൻ പ്രസംഗിക്കും. വഖാല ശൈത്താനു ലമ്മാ ഖുളിയൽ അംർ, കാര്യമൊക്കെ നടന്നു കഴിയുമ്പോൾ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വഅദ്തുകും ഫഅഖ്ലഫ്തുകും. അല്ലാഹു നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകി, സത്യമായ വാഗ്ദാനം. ഞാനും ഒരു വാഗ്ദാനം നൽകി, ഞാനത് ലംഘിച്ചു. അല്ലാഹു നിറവേറ്റി, ഞാൻ ലംഘിച്ചു. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ. എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരം ഉണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, അത്രമാത്രം. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും. ഏറ്റവും വലിയ ദുർമാർഗം കാണിക്കുന്നവന്റെ ഒടുക്കത്തെ കുമ്പസാരം. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ. എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനും കഴിയില്ല, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂന മിൻ ഖബൽ. നിങ്ങൾ നേരത്തെ പങ്കു ചേർക്കുന്നതിനെ ഞാനിതാ നിഷേധിക്കുന്നു. എന്നെ നിങ്ങൾ പങ്കു ചേർത്തൊരു വിഷയമുണ്ടല്ലോ നേരത്തെ, ശിർക്ക്, ഞാനിതാ അതിനെ തള്ളിപ്പറയുന്നു, ഞാനതിനെ നിഷേധിക്കുന്നു. ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം. നിശ്ചയം അക്രമികൾക്ക് വലിയ ശിക്ഷയുണ്ട്. പിശാച് അവസാനമായി പറയുന്ന വാക്ക് അക്രമികൾക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്നാണ്. ഏറ്റവും വലിയ അക്രമികളുടെ നേതാവ് പിശാച് പോലും തന്റെ അനുയായികളായ പിശാചുക്കളെ, മനുഷ്യരിലും പിശാചുക്കളിലും പെട്ട പിശാചുക്കളെ കയ്യൊഴിയുന്ന ദിവസമാണ് ഖിയാമ. മീസാൻ എന്ന തുലാസ്, സിറാത്ത് എന്ന പാലം, മൂർച്ചയുള്ള മുടിനാരഴ, അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ഈർച്ചവാളിന്റെ മൂർച്ച അതിനുണ്ട്. മിന്നൽ വേഗതയിൽ ചിലർ കടന്നു പോകും. ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ തോതനുസരിച്ച് വേഗത്തിലോ സാവധാനത്തിലോ കടന്നു പോകും. ചിലർ വേച്ച് കടന്നുപോയി രക്ഷപ്പെടും, ചിലർ ഒട്ടും രക്ഷപ്പെടാതെ നരകാഗ്നിയിൽ പതിക്കുകയും ചെയ്യും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു उनकी महक ने दिल के गुंजे खिला दिए हैं. उनकी महक ने दिल के गुंजे खिला दिए हैं. അവിടുത്തെ സൗന്ദര്യത്തിലും അവിടുത്തെ സുഗന്ധത്തിലും ഹൃദയത്തിലെ പൂവുകൾ വിടരുകയാണ്. ജിസ് രാഹ് ചൽ ഗയേ ഹേ കൂച്ചേ ബസാ ദിയേ ഹേ. ജിസ് രാഹ് ചൽ ഗയേ ഹേ കൂച്ചേ ബസാ ദിയേ ഹേ. ഏത് വഴിയിലൂടെയാണോ എൻ്റെ പുണ്യനബി സഞ്ചരിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സകല കൂരകളും കുടിലുകളും അവിടുത്തെ സകല തെരുവുകളും മൂലകളും അവിടുന്ന് മനുഷ്യരെ കൊണ്ട് അധിവസിപ്പിക്കുകയാണ്. വിജനതയിൽ അധിവാസമുണ്ടാക്കിയില്ലയോ പരിശുദ്ധ റസൂൽ മുസ്തഫ. जब आ गई जोशे रहमत पे उनकी आंखें जलते बुझा दिए हैं, रोते हंसा दिए हैं. जलते बुझा दिए हैं, रोते हंसा दिए हैं. കത്തുന്നതിനെയൊക്കെ അവിടുന്ന് അണച്ചു കളഞ്ഞില്ലയോ, അവിടുന്ന് കരയുന്നവരെ പുഞ്ചിരിപ്പിച്ചില്ലയോ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം.
एक दिल हमारा क्या है आज़ार उसका कितना, एक दिल हमारा क्या है ആസാർ ഉസ്ക കിത്ന. നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ കാര്യം എന്തിന് പറയണം? എത്രയോ ഹൃദയങ്ങൾ അവിടുത്തേക്ക് ദണ്ഡമല്ലയോ, എത്രയോ ഹൃദയങ്ങൾ അവിടുത്തേക്ക് സമർപ്പിതമല്ലയോ, എത്രയോ നെഞ്ചകങ്ങളിൽ അവിടുന്ന് കുടികെട്ടി പാർക്കുന്നില്ലയോ പരിശുദ്ധ റസൂൽ. कभी आहद लब पे मचल गई, कभी आहद लब पे मचल गई. ചിലപ്പോൾ ഒരു വിലാപമായിട്ട് വരുന്നതും പരിശുദ്ധ റസൂലിന്റെ ഓർമ്മയല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഭി ആഹ ലബ് പേ മചൽ ഗയി, കഭി അഷ്ക് ആँख से ढल गई. कभी रंग में, कभी रूप में, कभी छाव में, कभी धूप में, कभी रंग में ചിലപ്പോൾ വർണ്ണമായി, कभी रूप में ചിലപ്പോൾ രൂപമായി, कभी छाव में ചിലപ്പോൾ ഒരു തണലായി, कभी धूप में തണലായി കടന്നു വരുന്നതും അവിടുത്തെ ഓർമ്മയല്ലയോ മുസ്തഫ മുഹമ്മദ്, മുസ്തഫ മുഹമ്മദ്. एक दिल हमारा क्या है आसार उसका कितना, तुमने तो चल फिर थे मुर्दे जला दिए हैं. എത്രയെത്ര ആത്മാവുകൾക്കാണ് അവിടുത്തെ ജീവനേകിയത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്റാ में गुजरे जिस दम ബീഡേ പെ ഖുദ്സിയോങ്കെ, ഇസ്രായിന്റെ രാത്രിയിൽ മലക്കുകളുടെ കൂട്ടത്തിലൂടെയല്ലയോ യാത്ര ചെയ്തു പോയതിൻ്റെ പരിശുദ്ധ നബിയേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നടന്നു പോകുമ്പോഴും സഹാബത്ത് മുമ്പിലും അല്പം സ്ഥലം ഒഴിവാക്കി, പിന്നിലും അല്പം സ്ഥലം ഒഴിവാക്കി. മുമ്പിലൂടെ അവർ നടന്നില്ല, തൊട്ടടുത്തും അവർ സ്ഥാനം പിടിച്ചില്ല. അവർ അല്പം അകന്നു നടന്നു. അവർക്കറിയാമായിരുന്നു ആ പുണ്യദേഹത്തെ പൊതിയാൻ മുമ്പിലും പിറകിലും ചുറ്റുവട്ടത്തും മലക്കുകളുടെ സംഘമുണ്ട്. മുസ്തഫ മുഹമ്മദ് दरिया बहा दिए हैं, दुर्दे बहा दिए हैं. अल्लाह क्या जहन्नम अभी न सर्द होगा, रो रे के मुस्तफा ने दरिया बहा दिए हैं. अल्लाह क्या जहन्नम, ഈ നരകമുണ്ടല്ലോ അഭി ന സർദ് ഹോഗ, അത്ര പെട്ടെന്ന് തണുക്കുന്നതല്ല ഈ നരകം. പരലോകത്തിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ഉള്ളിൽ വലിയ ഒരു കഠോരത പോലെ നരകം, പരീക്ഷണം പോലെ നരകം. അതങ്ങനെ പെട്ടെന്ന് തണുക്കുന്നതല്ല. പക്ഷേ റോ കെ മുസ്തഫാനെ ദറിയാ ബഹാ ദിയേ ഹേ, കരഞ്ഞുകൊണ്ട് അരുവിയൊഴുക്കുകയാണ്, പുഴയൊഴുക്കുകയാണ്. നരകാഗ്നി അണച്ച് കളയുന്ന സങ്കട കണ്ണീരേ, കഥനത്തിന്റെ പുഴയേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരലോകത്ത് ശഫാഅത്തിന് വേണ്ടി എല്ലാവരും തടിച്ചുകൂടുമ്പോ, എല്ലാവരും ശുപാർശക്ക് വേണ്ടി അംബിയാ മുർസലുകളെ സമീപിക്കുമ്പോ, ആദമിനെ സമീപിക്കുമ്പോ, സ്വർഗത്തിൽ വിലക്കപ്പെട്ട കനി തിന്നതിന്റെ പാപഭാരത്താൽ, അതിന്റെ ഖേദഭാരത്താൽ ആദം നബി ഒഴിഞ്ഞു മാറുമ്പോ, നൂഹ് നബി ഒഴിഞ്ഞു മാറുമ്പോ, ദുർമാർഗിയായ മകന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഖേദത്താൽ ഒഴിഞ്ഞു മാറുമ്പോ, ഇബ്രാഹിം ഒഴിഞ്ഞു മാറുമ്പോ, മൂസാ നബി ഒഴിഞ്ഞു മാറുമ്പോ, ഈസാ നബി കാരണം പറയാതെ ഒഴിഞ്ഞു മാറുമ്പോ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
खार है बदकार है डूबे हुए जिल्लत में है मगर तेरे महबूब की मिल्लत में है ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ നാശത്തിലേക്ക് വഴുതി വീണവരാണ്, അപമാനത്തിൽ പതിച്ചവരാണ്. പക്ഷേ അല്ലാഹുവേ, നിന്റെ മഹബൂബായ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വിചാരണ തുടങ്ങാതെ മഹ്ശറയിൽ ചെയ്തുപോയ പാപത്തിന്റെ തോതനുസരിച്ച് വയർപ്പിൽ കുളിച്ച് മനുഷ്യ സമുദായം നിൽക്കുമ്പോ ഓരോരുത്തരും ഓരോരുത്തരുടെ പാപത്തിന്റെ തോതിൽ വയർപ്പിൽ നിൽക്കുമ്പോ നൂലുബന്ധമില്ലാതെ ആളുകളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹ്ശറയുടെ മൈതാനിയിൽ വിചാരണ ഒന്ന് തുടങ്ങാൻ അവിടുന്ന് ശഫാഅത്തിന് വേണ്ടി സുജൂദിൽ വീണ് കിടക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ഇർഫഅ റഅസക യാ മുഹമ്മദ്. മുഹമ്മദേ, ശിരസ്സുയർത്തിയാലും എന്ത് വേണമെന്ന് ചൊല്ലിയാലും സ്നേഹഭാജനമായ പുണ്യനബിയുടെ ഇഷ്ടത്തെ മാനിച്ച് അള്ളാഹു വിചാരണ തുടങ്ങുന്നു. രണ്ടാമതും അവിടുന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വലിയ ദോഷങ്ങളില്ലാതെ ചെറിയ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നവരെ അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയിൽ ഹൗദുൽ കൗസറിലെ ഒരു പാനീയം, പാലിനേക്കാൾ വെള്ളനിറം, തേനിനേക്കാൾ മാധുര്യം, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെ സ്വർണത്തിന്റെ വെള്ളിയുടെ ചഷകങ്ങൾ നിറച്ചു വെച്ച സ്വർഗത്തിൽ നിന്ന് 2 പാത്തിയിലൂടെ ഒഴുകുന്ന അരുവികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട വലിയ ഒരു തടാകം. ഹൗദെന്ന് കേൾക്കുമ്പോൾ തോന്നും വല്ല ചെറിയ ഹൗദാണോ എന്ന്. ചെങ്കടലിന്റെ വലിപ്പമുണ്ട് ഹൗദുൽ കൗസറിന്. അമ്മാൻ മുതൽ ഏദൻ വരെയുള്ള ദൈർഘ്യമുണ്ട് ഹൗദുൽ കൗസറിന്. മറ്റു പ്രവാചകന്മാർക്കും ഹൗദുണ്ട്. അവിടെ പോയി കുടിക്കേണ്ട അവരുടെ അനുയായികൾ അന്ത്യപ്രവാചകന്റെ ഹൗദിന്റെ കൗതുകമറിഞ്ഞ് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ മലക്കുകൾ വിലക്കുകയാണ്. ഒട്ടകം മറ്റൊരു വളപ്പിൽ കയറി തിന്നാൻ ശ്രമിക്കുമ്പോ ഒട്ടകത്തെ മേക്കുന്നവൻ ഒട്ടകത്തെ തടയുന്ന പോലെ മലക്കുകൾ വന്ന് എന്റെ ഹൗദിൽ നിന്ന് കുടിക്കാൻ ശ്രമിക്കുന്നവരെ മറ്റു പ്രവാചകന്മാരുടെ സമുദായങ്ങളെ തടയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ എങ്ങനെയാണങ്ങ് തിരിച്ചറിയുക എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ, ഉളുവിന്റെ അടയാളങ്ങളുമായി തിളങ്ങുന്ന അവയവങ്ങളുമായി നിങ്ങളോട് അണഞ്ഞു വരുമ്പോ ഞാൻ നിങ്ങളെ തിരിച്ചറിയും. ദുനിയാവിൽ ഹൗലുമായി ബന്ധമുള്ളവന് ആഖിറത്തിലെ ഹൗലുമായും ബന്ധപ്പെടാൻ അവസരമുണ്ടെന്നർത്ഥം. ദുനിയാവിലെ ഹൗല്, ഉളുവിന്റെ ഹൗല്, നിസ്കാരത്തിന് മുമ്പുള്ള ഒരു ഒരുക്കം, അംഗശുദ്ധി, അംഗസ്നാനം ചെയ്ത അവയവങ്ങൾ തിളങ്ങുമ്പോ ഞാൻ നിങ്ങളെ തിരിച്ചറിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സ്വർഗവും നരകവും നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ട് വെച്ചിരിക്കുന്ന പരലോകത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 2 സംഭവങ്ങൾ ഓർത്തു പോകേണ്ടതാണ്. നിസ്കാരത്തിനിടയിൽ അവിടുന്ന് മുന്നോട്ട് കൈനീട്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അങ്ങെന്തിനാണ് കൈനീട്ടിയത് യാ റസൂലല്ലാഹ്? സ്വർഗത്തിലെ ഒരു മുന്തിരിക്കൊല എനിക്ക് നേരെ നീട്ടി, ഞാനതെടുക്കാൻ വേണ്ടി കൈനീട്ടി. അത് ഞാൻ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ മോഹിച്ചു, പക്ഷേ അത് പിൻവലിക്കപ്പെട്ടുവെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ പുണ്യനബിയോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അവിടുന്ന് പറഞ്ഞു, അത് നരകത്തിന്റെ മുകളിലെ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് ഒരു കല്ല് വന്ന് വീണതാണ്. 70 വർഷം മുമ്പാണ് ആ കല്ല് മുകളിലെ തട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോഴാണത് താഴെ എത്തുന്നത്. നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ട സ്വർഗവും നരകവും, രക്ഷയും ശിക്ഷയും, അനുഗ്രഹവും നിഗ്രഹവും, അള്ളാഹുവിന്റെ പ്രീതിയുടെ ഇടം സ്വർഗം, അള്ളാഹുവിന്റെ കോപത്തിന്റെ ഇടം നരകം. രണ്ടിന്റെയും ഇടയിൽ അറാഫ്, ഒരു മതിൽ. ആ മതിലിൽ കുറെ ആളുകൾ സ്വർഗത്തിൽ പോകാൻ നന്മ ചെയ്തിട്ടില്ല, നരകത്തിൽ പോകാൻ തിന്മയും ചെയ്തിട്ടില്ല. അവർ സ്വർഗത്തിൽ പോകുന്നവരെ നോക്കി സലാം പറയും. ഒരു ചാൻസ് കിട്ടുമോ എന്ന് നോക്കിയിരിക്കും.
ഞങ്ങളുടെ കാര്യവും ആലോചിക്കണമെന്ന് സ്വർഗവാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറാഫിന്റെ മതിലിൽ പാർക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നരകത്തിലെ ഭയങ്കരമായ ചൂട്, ഹമീം എന്ന തീവെള്ളം, സഖൂം എന്ന തീമരത്തിന്റെ ഇലകൾ, വിഷക്കാറ്റും കരിമ്പുകയും, നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ തീ കൊണ്ടുള്ള ഒരു പാദരക്ഷയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശിക്ഷ നൽകപ്പെടുക അബൂ താലിബിന്. അബൂ താലിബ് പുണ്യനബിയെ സംരക്ഷിച്ചു. അബൂ താലിബ് പുണ്യനബിക്ക് സകല സുരക്ഷയും നൽകി. അബൂ താലിബ് ശത്രുക്കളിൽ നിന്ന് കാത്തു. പക്ഷേ എല്ലാ ഉപകാരവും ചെയ്തിട്ടും സ്വന്തം ഹൃദയത്തിലേക്ക് ഈമാന്റെ ഒരു ചൈതന്യം സ്വീകരിക്കേണ്ട സമയത്ത് അബൂ താലിബ് തയ്യാറായില്ല. ഒടുക്കത്തെ വേളയിൽ അബ്ദുൽ മുത്തലിബിന്റെ ദീനല്ലയോ നിങ്ങൾക്ക് നല്ലതെന്ന് അബൂജഹലിന്റെ ഒരു ചോദ്യത്തിൽ അബൂ താലിബ് പതറി. അന്ത്യവേളയിൽ പതറിയ അബൂ താലിബ് ഈമാനില്ലാതെ മരണം പ്രാപിച്ചതിനാൽ തീ കൊണ്ടുള്ള പാദരക്ഷ അണിയിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമികളുടെ വലിപ്പമുണ്ട് സ്വർഗത്തിന്. ഈ പ്രപഞ്ചം എത്രയോ ഗാലക്സികൾ നിറഞ്ഞത്. 100 ബില്യൺ ഗാലക്സികൾ, 100 ബില്യൺ നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സി. എത്രയോ ഗാലക്സികളാണ് ഈ പ്രപഞ്ചം. അപ്പോൾ സ്വർഗത്തിന്റെ വലിപ്പമെത്ര? സ്വർഗത്തിലെ ഒരു മരം അതിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക്, ഒരു പാർശ്വത്തിൽ നിന്ന് മറ്റേ പാർശ്വത്തിലേക്ക് യാത്ര ചെയ്താൽ 100 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും ഒരു മരത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂൽ. സ്ഫടിക സമാനമായ ശരീരങ്ങളോടെ സൃഷ്ടിക്കപ്പെട്ട ഹൂറുല്ലീങ്ങൾ, സകലമാന അനുഗ്രഹങ്ങൾ, എത്രയെത്രയോ ഉദ്യാനങ്ങൾ. ആ ഉദ്യാനങ്ങളിലൂടെ നിരന്തരം അവർക്ക് സഞ്ചരിക്കാം. അതിന്റെ ഏറ്റവും നടുവിൽ ഉന്നതമായ ഫിർദൗസ് എന്ന സ്വർഗം, അതിന്റെ മീതെ അള്ളാഹുവിന്റെ അർശ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുമായി സ്വർഗത്തിൽ പാർക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ലിഖാഇനുള്ള ഭാഗ്യം. റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകിടക്കും അവനെ കണ്ടുകൊണ്ട് മുഅ്മിനുകൾ. അപ്പോൾ കുനിയാൻ കഴിയാത്ത പിരടിയുമായി പാപികൾ നിലകൊള്ളുന്ന നേരം ആ സ്വർഗത്തിൽ തന്നെ വസീല എന്ന അത്യുന്നതമായ സ്ഥാനം. ഓരോ ബാങ്ക് മുഴങ്ങിക്കഴിഞ്ഞാലും വിശ്വാസികൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ലോകാവസാനവും പരലോകവും എന്ന ഈ വിഷയത്തിന്റെ ചർച്ചയിൽ നിന്ന് നമുക്ക് പിന്തിരിയണം. ഒരേ ഒരു പ്രാർത്ഥന വിശ്വാസി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഈ പ്രാർത്ഥന മുഴുവനും നേതാവിന് വേണ്ടിയുള്ളതാണ്, ലോകനായകന് വേണ്ടിയുള്ളതാണ്. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة العالية وابعث مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. അധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ പലരും ചെയ്യാത്ത ഒരു സംഗതിയുണ്ട്. അത് സഹീഹായ ഹദീസ് പ്രകാരം ബാങ്ക് കഴിഞ്ഞാൽ ഈ ദുആ ചൊല്ലുന്നതിന് മുമ്പ് പുണ്യ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. സഹീഹായ ഹദീസിലൂടെ അറിയിക്കപ്പെട്ടതാണ്, കൽപ്പനയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് ചൊല്ലിയ ശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, അല്ലാഹുവേ ഈ പൂർണ്ണമായ വിളിയാളത്തിന്റെ റബ്ബേ നാഥനെ, വസ്സലാത്തിൽ ഖായിമ സ്ഥാപിതമായ നിസ്കാരത്തിന്റെയും ഉടമസ്ഥനെ നാഥനെ, ആതി മുഹമ്മദിനിൽ വസീല, മുഹമ്മദിന് വസീല എന്ന സ്വർഗത്തിലെ അത്യുന്നതമായ പദവി നൽകണമേ അല്ലാഹ്. വൽഫളീല ശ്രേഷ്ഠതയാർന്ന പദവി, വദ്ദറജത്തർ റഫീഅത്തൽ ആലിയ അത്യുന്നതമായ പദവി, വബഅഥു മഖാമം മഹ്മൂദനില്ലദീ വഅത നീ അവിടത്തേക്ക് വാഗ്ദാനം ചെയ്ത മഖാമം മഹ്മൂദിന്റെ ഉന്നതമായ സ്ഥാനവും ഞങ്ങളുടെ ഹൃദയഭാജനമായ റസൂലിന് നൽകണമേ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബി സകല പ്രാർത്ഥനകളും ഉമ്മത്തിക്ക് നൽകി. ഉമ്മത്തി ഒരു പ്രാർത്ഥന തിരിച്ചു നൽകുകയാണ് അവിടുത്തേക്ക് വേണ്ടി, മഖാമും മഹ്മൂദ് നൽകണമേ അല്ലാഹ്.
ഞാൻ മെഹറാജിന്റെ രാത്രി സ്വർഗത്തിനടുത്തൂടെ പോകുമ്പോ സ്വർഗത്തിനകത്ത് നിന്നൊരു കാലൊച്ച കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ കടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ആരാണ് എത്തിയതെന്ന് നോക്കുമ്പോ അത് ബിലാലെ, അങ്ങയുടെ പാദ നിസ്വനമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മെഹറാജിന്റെ രാത്രി കടന്നു പോകുമ്പോ ഒരു മനോഹരമായ രമ്യഹർമ്മം ജിബ്രീൽ എനിക്ക് കാണിച്ചു തന്നു. ഖുറൈശികൾക്കിടയിലെ ഒരു മാന്യനായ മനുഷ്യനുള്ളതാണ് ഈ മണിമന്ദിരം എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചു. ഖുറൈശികളിലെ ബഹുമാന്യനായി അല്ലാഹു എന്നെയല്ലയോ നിയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ ജിബ്രീൽ എന്നെ വിലക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് ഉമറിനുള്ളതാണ്, ഉമറുൽ ഫാറൂഖ്. എന്നിട്ടും അങ്ങോട്ട് കടക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഉമറിന്റെ മാന്യത എന്നെ വിലക്കി, ഉമറിന്റെ അന്തസ് എന്നെ വിലക്കി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സംസാരവും അവസാനിപ്പിക്കുമ്പോ പരിശുദ്ധ റസൂലിന്റെ ഒരു മന്ദസ്മിതം തിളങ്ങണം കൽബുകളിൽ. അത് പിരിയാത്ത സുഗന്ധമാണ്, അത് പിരിയാത്ത വസന്തമാണ്, അത് കാവലാണ്, രക്ഷയാണ്, അത് അന്തസ്സാണ്, അഭിമാനമാണ്. അത് ഒരിക്കലും നമ്മുടെ മനസ്സുകളിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത വെളിച്ചമാണ്. അത് സകല ജ്ഞാനത്തിന്റെയും ആത്മാവ് പോലെ, അത് സകല വസന്തത്തിന്റെയും വസന്തം പോലെ, അത് കുളിരിന്റെ കുളിര് പോലെ, അത് നക്ഷത്ര വീര്യം പോലെ, അത് ചന്ദ്രകാന്തി പോലെ, സൂര്യശോഭ പോലെ. മഹ്ശറയിൽ തിളങ്ങുന്ന മുഖം പുണ്യ നബിയുടെ മുഖം, മുസ്തഫ മുഹമ്മദിന്റെ മുഖം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കേണ്ട ഒരു സംഭവമാണ്. ഈ വിശുദ്ധമായ രാത്രിയുടെ, ഈ വിശുദ്ധ സദസ്സിന്റെ അവസാന ഘട്ടത്തിൽ മനസ്സിലോർക്കണം. നിങ്ങളെ ഖബറടക്കം ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കൾ പിരിഞ്ഞു പോകുമ്പോ അവർ ചവിട്ടിപ്പോകുന്ന ചെരുപ്പിന്റെ ശബ്ദം നിങ്ങൾ ഖബറിൽ വെച്ച് കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഈ സദസ്സിലുള്ള എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, ഒരു നിമിഷം അത് മനസ്സിലൊന്ന് സങ്കല്പിക്കാൻ. ഖബറിൽ കിടക്കുകയാണ് കഫൻ ചെയ്ത നമ്മുടെ ദേഹം. നമ്മുടെ ഉറ്റവരും ഉടയവരും ഖബറിന്റെ മീതെ മണ്ണ് വാരി എറിഞ്ഞ് അവർ പോകുന്ന പോക്കിൽ ചെരുപ്പിട്ട് ഭൂമിയുടെ മീതെ ചവിട്ടിയിട്ട് ബന്ധുക്കൾ അകന്നു പോവുകയാണ്. കഠോരമായ ഖബറിലെ ചോദ്യോത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർ നടന്നു പോകുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. റമദാനിൽ മക്കയിലും മദീനയിലും ലക്ഷോപലക്ഷം ഒരുമിച്ച് കൂടുന്ന രാപ്പകലുകളിലാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. മദീനയിലെ കാരക്കയുടെ മാധുര്യം പോലെ, നോമ്പു തുറക്കാൻ മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കുഞ്ഞുമക്കളുടെ സൽക്കാരം പോലെ, അവിടുന്ന് നിദ്ര കൊള്ളുന്ന പട്ടണത്തിന്റെ സുഗന്ധം പോലെ അവസാനിക്കാത്ത ലോകകാരുണ്യമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മുറുകെ പിടിക്കാൻ ഒറ്റാലംബമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക്, അവൻ്റെ ഏകത്വത്തിലേക്ക്, അവൻ്റെ ആലംബത്തിലേക്ക്, അവൻ്റെ തവക്കുലിലേക്ക് ഒറ്റ ആലംബമേ ഉള്ളൂ. അത് പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹെഡ് ഓഫീസ് കിട്ടിയവന് ബ്രാഞ്ച് ഓഫീസുകളുടെ ആവശ്യമില്ല. പരിശുദ്ധ റസൂൽ ആസ്ഥാന മന്ദിരമേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരിശുദ്ധ റമദാനിൽ മദീനയിലെ ബാബുസലാമിലൂടെ ഒന്ന് അകത്ത് കയറണം. അങ്ങോട്ട് പ്രവഹിക്കുന്ന ജനക്കൂട്ടത്തിൽ ഒരാളായിട്ട് ലയിച്ചു ചേരണം.
അങ്ങോട്ട് കടന്നു പോകുമ്പോ സകലമാന തിരക്കുകൾക്കിടയിൽ ഹൃദയമെടുത്ത് കയ്യിൽ പിടിക്കണം. കൈകാലുകൾ തളർന്നു പോകും. അതാ ഒരാൾ പൊട്ടിക്കരയുന്നു, അതാ ഒരാൾ വിങ്ങിപ്പൊട്ടുന്നു, അതാ ഒരാൾ ഏങ്ങലടിക്കുന്നു, അതാ ഒരാൾ നെഞ്ചമർത്തിക്കരയുന്നു, അതാ ഒരാൾ കരഞ്ഞിട്ട് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട റൗളയുടെ ചുമരിനോട് കൈ ചേർത്ത് നിൽക്കുന്നു. താഴെ വീണ് പോകാതിരിക്കാൻ തോളത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞ് ബാപ്പാന്റെ കണ്ണിലേക്ക് നോക്കുന്നു. ആർക്ക് വേണ്ടി എൻ്റെ ഉപ്പ നിങ്ങൾ കരയുന്നു? 1500 കൊല്ലം മുമ്പ് വിട പറഞ്ഞ കണ്ണുകൊണ്ട് കാണാത്ത വസന്തമേ, കാതുകൊണ്ട് കേൾക്കാത്ത വസന്തമേ, അങ്ങേക്ക് വേണ്ടി കോടാനുകോടി കരഞ്ഞ മദീന പട്ടണത്തിൽ, അതിൻ്റെ മുമ്പുള്ള മക്ക പട്ടണത്തിൽ, കഅബയുടെ മന്ദിരത്തിൽ ഞങ്ങളെ എത്തിക്കേണമേ അല്ലാ, ആവർത്തിച്ച് എത്തിക്കേണമേ അല്ലാ. ഈ വിനീതന്റെ ജീവിതത്തിലെ വലിയ ഒരു സൗഭാഗ്യം പോലെ മദീനയിൽ നിന്നൊരു ടെലിഫോൺ, അതില്ലാത്ത ആഴ്ചകൾ കുറവ്, അതില്ലാത്ത ദിവസങ്ങൾ പോലും കുറവ്. അവിടെ എത്തുമ്പോൾ ഒരു സഹോദരന് ഓർമ്മ വരുന്ന പോലെ, ഇത് പുണ്യനബിയുടെ നാടാണ്, ഇത് പുണ്യനബിയുടെ മസ്ജിദിൽ നിന്ന്, ഇതവിടുത്തെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ നിന്ന്, ഇതവിടുത്തെ റൗള ഷരീഫിന്റെ അടുത്ത് നിന്ന്. അപ്പം നമ്മളും അവിടെ എത്തിയ പോലെ പലുക്കോ കെ ബൽ ഗയേ ഹേ മവാജാ കെ സാമനെ, പലുക്കോ കെ ബൽ ഗയേ ഹേ, എൻ്റെ കണ്ണിൻ്റെ പുരികത്തിൻ്റെ ഒരു ബലത്തിൽ ഞാനൊരു യാത്ര ചെയ്തു പോയി. മവാജാ കെ സാമനെ, പരിശുദ്ധ റസൂലിന്റെ റൗളയുടെ മുമ്പിൽ ഞാനും പോയി വന്നു. ഒരു ടെലിഫോണിന്റെ സന്ദേശം കിട്ടിയപ്പോ ഒരു പുരികക്കൊടിയുടെ ബലത്തിൽ വിസയില്ലാതെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലാതെ ടിക്കറ്റ് എടുക്കാതെ ഞാനും ആ മണ്ണിൽ പോയി വന്നില്ലയോ? പലുക്കോ കെ ബൽ ഗയേ മവാജാ കെ സാമനെ. ആ പരിശുദ്ധ റസൂലിന്റെ കാൽക്കൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പാപങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത്, ഒരുപാട് തിന്മകൾ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത്, കുടുംബത്തിലെ സമാധാനം കെടുന്ന ഈ ലോകത്ത്, ആണുങ്ങൾ ആണുങ്ങളല്ലാതാകുന്ന ഈ ലോകത്ത്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളല്ലാതാകുന്ന ഈ ലോകത്ത്, സംസ്കാരം ഉപ്പലിയുന്ന പോലെ അലിയുന്ന ഈ ലോകത്ത്, മര്യാദകൾ അസ്തമിച്ചു പോകുന്ന ഈ ലോകത്ത്, ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ ലോകത്ത്, മുറുകെ പിടിക്കാൻ മാതൃകയുടെ ആലംബമേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ മുസ്തഫ യാ മുജ്തബാ, പരിശുദ്ധ റസൂലിന് സലാം ചൊല്ലിക്കൊണ്ട് ഈ സദസ്സിന്റെ ഈ ചർച്ച, പരലോകത്തെ കുറിച്ചുള്ള ഈ ചർച്ച, ഈ മനസ്സിലെ ഈ തേട്ടം, ഈ കുളിരൂറുന്ന രാവ്, ഈ മനോഹരമായ രാവ്, ഈ പരിശുദ്ധ റമളാനിലെ രാവ്, ലൈലത്തുൽ ഖദ്റിലേക്ക് നീളുന്ന മാസത്തിലെ ഈ പുണ്യരാവ്, ഒരുമിച്ച് കൂടിയ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, ഓരോ വ്യക്തിയും ബഹുമാനപ്പെട്ട വ്യക്തി, ഓരോ വ്യക്തിയും എൻ്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യൻ, ഓരോ വ്യക്തിയും എൻ്റെ പ്രിയപ്പെട്ട തോഴൻ. നിങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് മാത്രമേ ഈ യാത്ര പോകാനാകൂ, ഈ യാത്ര പൂർത്തിയാക്കാനുമാകൂ. വന്നവർ പല രൂപത്തിൽ വന്നു. ചിലർ പൂർണ്ണ മനസ്സോടെ വന്നു, ചിലർ പുണ്യനബിയെ സ്നേഹിച്ചു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലുള്ള പാത്രത്തിന്റെ തോതുപോലെ ഓരോരുത്തർക്ക് കിട്ടി. ആഴമുള്ള പാത്രത്തിൽ കൂടുതൽ വിളമ്പാൻ കഴിയും, ആഴമില്ലാത്ത പാത്രത്തിലൊട്ടും വിളമ്പാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തരുടെയും സലാഹിയത്ത് പോലെ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മുടെ ദാഹം പോലെ ഓട്ടപാത്രത്തിൽ വിളമ്പിയാലോ അതിലൊട്ട് നിൽക്കുകയുമില്ല. വന്നവർ പലവിധം, പോകുന്നവർ പലവിധം. സദസ്സിന്റെ വൈവിധ്യത്തിൽ നിങ്ങളുടെ ആത്മാർത്ഥ പങ്കാളിത്തത്തെ സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്ലാഹു നമ്മയെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ തുടങ്ങിയത് കുഞ്ഞുനാളിലെ ഒരു നോമ്പുതുറ ഓർത്തുകൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കരുതി വെച്ച അത്താഴച്ചോറ്, നമുക്ക് വേണ്ടി കരുതി വെച്ച നോമ്പുതുറ, എത്ര ചെറിയ ലളിതമായ ജീവിതം, എത്ര കഷ്ടപ്പാട് പിടിച്ച ജീവിതം. അവരൊക്കെ പലരും ഖബറിന്റെ അടിയിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോ അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. യാ മുസ്തഫ യാ മുജ്തബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ അഹ്മദ് അഹ്മദ് മുസ്തഫ
अहलन वसहलन मरहबा हुस्ने मुजस्सम आ गया जब आमिना की गोद में पढ़ने लगा अर्ज़ो समा അഹ്ലൻ വസഹ്ലൻ മർഹബാ. ആമിനയുടെ മടിത്തട്ടിൽ പൂർണ്ണ സൗന്ദര്യം വന്ന് വീണപ്പോ ആകാശവും ഭൂമിയും പറയാൻ തുടങ്ങി മർഹബാ 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 മർഹബാ. खुशबू के पेकर को लिए पहुंची हलीमा सादिया सारा कबीला गूंज उठा അഹ്ലൻ വസഹ്ലൻ മർഹബാ. സുഗന്ധത്തിന്റെ പൂർണ്ണ രൂപത്തെ വഹിച്ചുകൊണ്ട് ഹലീമ സഅദിയ തന്റെ ഗോത്രത്തിലേക്ക് വന്നപ്പോ മുഴുവൻ ഗോത്രത്തിലും പ്രതിധ്വനി മുഴങ്ങി അഹ്ലൻ വസഹ്ലൻ മർഹബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ യാ മുസ്തഫ യാ മുജ്തബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ മുസ്തഫ യാ മുജ്തബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ അഹ്മദ് അഹ്മദ് മുസ്തഫ അഹ്ലൻ വസഹ്ലൻ മർഹബാ हुस्ने मुजस्सम आ गया जब आमिना की गोद में पढ़ने लगा अर्ज़ो समा अहलन वसहलन मरहबा या मुस्तफा या मुज्तबा अहलन वसहलन मरहबा अहलन वसहलन मरहबा. മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4. ഫോൺ 04952 771447. മൊബൈൽ 98956 41290. ഇമെയിൽ manavam@gmail.com.